പിശാചിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വേറെ ഒന്നുമല്ല. അതെ, അവനെ ഈ നാട്ടുകാരുടെ കൈ കിട്ടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു. പക്ഷേ പോലീസ് പിടിച്ചുകൊണ്ട് ഈ പിശാചിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ജനക്കൂട്ടം ഇവിടെ വന്നത്. അത് നിയന്ത്രണ വിധേയം തന്നെയാണ്, യാതൊരു തർക്കവും വേണ്ട. അതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ പോലീസായി മാറിയല്ലോ. അതിൽ ഇനിയിപ്പോ തർക്കമുണ്ടോ? തല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോ ഉണ്ടാവും. കാരണം ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ ഒരു ജനക്കൂട്ടം കയറി പോണു, നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഉണ്ടായതായിരിക്കാം. പക്ഷെ ഈ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിച്ചല്ലേ മതിയാവുള്ളൂ. എല്ലാ കുട്ടികളോടും കേസിന്റെ കാര്യമായിട്ട് പോലീസിനോട് സഹകരിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ പോലീസിനെ ശത്രുവായി കണ്ട് ആക്രമിക്കാൻ പറ്റില്ലല്ലോ. അതിന് ഇതിന്റെ ഇടയിൽ കൂടി ചില ആൾക്കാർ മുതലെടുപ്പ് നടത്തി. ഏത് പോലീസിന് എന്തോ കുഴപ്പമാണ്, എറിയടാ തകർക്കട പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഇത് ഉണ്ടായത്. അതിപ്പോൾ നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അനിയന്മാര് എല്ലാവരും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ശാന്തമായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കഴിയോ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ കഴിയില്ലല്ലോ, അത് മാറി. തീർച്ചയായിട്ടും നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാവും, പോലീസിന് ഒപ്പം ഉണ്ടാവും. ഈ 36 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന കൊടും ക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ ആശങ്കയിലായിരുന്നു. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇവൻ എവിടെയാണ്, ഇനി അടുത്ത ഏരിയ ആരാണ് എന്നുള്ള ഒരു സംശയം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. 5 അവന്റെ മനസ്സിൽ ഇനി എത്ര പേരുണ്ടെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ആരുടെ കാരണം ഇതൊരു സൈക്കോ എന്നാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ആരാണ് ശത്രു, എപ്പോഴാണ് ശത്രുത തോന്നുന്നത് പറയാൻ കഴിയാത്ത മനോവൈര്യത്തിന് ഉടമയാണ്. അതുകൊണ്ട് എപ്പോൾ ആർക്കും നേരെ ചാടി വീണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ നിന്ന് എന്തായാലും അവനെ പിടിച്ചതിൽ അത് അഭിനന്ദനം അർഹിക്കുകയാണ് പോലീസ്. ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പോലീസിനോടൊപ്പം എത്ര നാളും ഉണ്ടായിരുന്നു, ഇത്ര നേരവും ഉണ്ടായിരുന്നു. ഈ പിടിക്കുന്നവരെയും അപ്പോൾ മാട്ടായി ഭാഗത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 100-300 ചെറുപ്പക്കാരാണ് അവിടെ തിരയാൻ വേണ്ടി പോയത്. ആ കാട്ടിനുള്ളിൽ പാമ്പ്, അതുപോലെ തന്നെ എല്ലാ വന്യമൃഗങ്ങളുള്ള കാട്ടിനുള്ളിലാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ കയറി നടന്നത്. അതെന്തുകൊണ്ടാണ്? ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. കാരണം ഈ പിശാചിനെ, ഈ കൊടുങ്കൂരിനെ പിടിക്കണം എന്നുള്ള ഒറ്റ ആത്മാർത്ഥത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള ഒരു വികാരം, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള തള്ളിക്കയറ്റമാണ്. ഇതിനെ ഒരു നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് എതിരായിട്ടുള്ളതൊന്നുമല്ല. ഈ പറയുന്ന ചന്താമരയോടുള്ള വൈരാഗ്യമാണ് അവർ കാണിച്ചത്, അല്ലാണ്ട് ഇപ്പോൾ പോലീസിനോടുള്ള വൈരാഗ്യം അത് നമുക്ക് ആലോചിക്കാം. അതിപ്പോ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നാട്ടുകാർക്കിടയിൽ നിൽക്കുന്ന എന്താണ് നാട്ടുകാരുടെ നേതാക്കൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. പോലീസ് സേന ഇപ്പോ പിടിക്കപ്പെടുന്നതാണോ എന്നുള്ള രൂപത്തിലായിരുന്നല്ലോ. 38 മണിക്കൂറാണ്. ഞങ്ങൾ വിചാരിച്ചത് ഒരു 48 മണിക്കൂറിനുള്ളിൽ പിടിക്കപ്പെടുന്നത് ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. കാരണം ജനങ്ങൾ അതുപോലെയാണ് നിന്നത്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ എന്താ വന്നത്, ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല, ചന്താമര എവിടെയാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയല്ലേ പോലീസ് പിടിച്ചത്. അതൊരു വലിയ കാര്യം തന്നെ. ശരി കേട്ടോ, ഇത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അല്ലാതെ ജയില് മറ്റേ തുറങ്കൽ അടയ്ക്കപ്പെട്ട പ്രതിയെ പോയിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന അത് വേറെ. നമ്മള് അയാളെ പരമാവധി ശിക്ഷ എന്താണ്, തൂക്കിക്കൊല്ലലാണെങ്കിൽ അതുവരെ മേടിച്ചു കൊടുക്കാൻ ആവശ്യമായ പോലീസ് നിയമ സംവിധാനത്തിനോട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ചുണ്ടാവും. പക്ഷേ രണ്ട് പെൺകുട്ടികളുടെ ഒരു സുരക്ഷ, അവരുടെ ഭാവി, അത് നമുക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ, എത്ര സമയത്താണ് എത്ര തവണ പറഞ്ഞു. പെൺകുട്ടികളുടെ സുരക്ഷ ഇന്ന് ഉച്ചക്ക് പോലും പറഞ്ഞാണല്ലോ, നമ്മൾ സംസാരിച്ചാണല്ലോ. ഞങ്ങൾ നാട്ടുകാരെ ഏറ്റെടുക്കാറുണ്ട്. ആ കുട്ടികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. വീണ്ടും അത് തന്നെ പറഞ്ഞു. പിന്നെ ആശങ്കയോടുകൊണ്ട് കണ്ടിരുന്ന ആളിപ്പോ ഉള്ളിലാണല്ലോ. അയാള് പിന്നെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടുമ്പോ അപ്പൊ നമുക്ക് നോക്കാം, ബാക്കി ഉണ്ടാവും. പറ്റില്ല. പക്ഷെ അത് പറഞ്ഞ് നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിച്ച് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയെ കാണണം പറഞ്ഞാൽ അതിനും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അത്രേ ഉള്ളൂ. ഇവരുടെ വികാരത്തെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രയും വലിയ നാടിനെ നടക്കുന്ന കൊടും ക്രൂരകൃത്യമല്ലേ നടന്നത്. അതിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അത് പറഞ്ഞ് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ അതും പാടില്ല. നാളെയും നമ്മളെല്ലാം ഇവിടെ ഉണ്ടാവും. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നെന്മാറ MLA കെ ബാബു അടക്കമുള്ളവർ സംസാരിക്കുകയായിരുന്നു. അവർ ജനങ്ങളോട് സംസാരിച്ചു. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ വിവേകത്തിൽ കാര്യം പറയാൻ മനസ്സിലാവാത്തവരൊന്നുമല്ല ജനത. ആ ജനത പോലീസിനൊപ്പം ഈ ദിവസങ്ങൾ അത്രയും നാടിനോട് പ്രബുദ്ധതയുള്ള, നാടിനോട് പ്രതിബദ്ധതയുള്ള മനുഷ്യരായതുകൊണ്ടാണല്ലോ
ഈ പറയുന്ന കാടും വീടും പാമ്പും ഈ പറയുന്ന വന്യജീവികളൊക്കെ ഉള്ള കാട്ടിൽ പോലീസിനൊപ്പം അവരും കയറി ഇറങ്ങണമെങ്കിൽ ശമ്പളം കിട്ടിയിട്ടല്ലോ അവരത് ചെയ്യുന്നത്. പോലീസുകാർ ചെയ്യുന്നത് ശമ്പളം കിട്ടിയിട്ടാണെങ്കിൽ ഈ പറയുന്ന പാവം നാട്ടുകാർ ചെയ്യുന്നത് അത് നാടിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമല്ല. അപ്പോൾ അത്രത്തോളം പ്രബുദ്ധരായ നാട്ടുകാർ അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള നാട്ടുകാർ നാടിൻ്റെ നേതാക്കൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ അവർ ശാന്തരായിരിക്കുന്നു. ഉണ്ടായിരിക്കുന്നത് ഒരു വൈകാരിക ആവേശമാണ്. ആ വൈകാരിക ആവേശത്തിന് കാരണം എന്താണ്? ഇത്രയും ആൾക്കാരെ പറ്റിച്ച് ഇത്രയും കൂസലില്ലാതെ അയാൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ഇറങ്ങി വന്ന ഒരുത്തൻ, അവരോടുള്ള ദേഷ്യം സ്വാഭാവിക മനുഷ്യർക്കുണ്ടാവുമല്ലോ. മനുഷ്യരെ പറഞ്ഞ ആൾക്കും ദേഷ്യം ഉണ്ടാകും. പക്ഷേ അത് നേരത്തെ MLA-ക്കൊപ്പം ഇന്നാൾ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് ഇളക്കി മാറ്റി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുള്ള നാടാണ്. ആൾക്കൂട്ടത്തിൻ്റെ നീതി തൽക്കാലം നമ്മുടെ നീതിയുമല്ല. അങ്ങനെ ആവണം എന്ന് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും എന്തായാലും അവിടെ നിന്ന് നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റാൻ MLA അടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്തുണ്ടായ ലാത്തി പ്രയോഗവും ഇപ്പോൾ പെപ്പർ സ്പ്രേ പ്രയോഗവും ഒക്കെ സമയത്തുണ്ടായിരുന്ന ഒരു പ്രകോപനം, ഒരു പ്രൊവോക്കേഷൻ ഇപ്പോൾ എന്തായാലും പ്രൊവോക്കേഷൻ സ്നേഹശാസനെ കണ്ടാൽ മതി, അതിനെ പോയി കൊന്നിട്ടോ എന്നൊക്കെയാണ് പറയുന്നത് MLA. എന്തായാലും ആ പ്രൊവോക്കേഷൻ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. ഇനി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. നേരത്തെ പറയുന്നത് പോലെ ഇനി അയാൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്നത് അചിന്ത്യമാണ്. അത് സഹിക്കാവതല്ല. ഇനി ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അയാളുടെ വടിവാൾ തലപ്പിൽ ഇനിയും തീരാൻ ജീവനുകൾ ബാക്കിയുണ്ടാകും എന്ന തോന്നൽ മുന്നോട്ടുള്ള നിയമവഴിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വ്യവഹാര വഴിയിൽ ഓരോ നിമിഷവും പോലീസിന്റെ മനസ്സിൽ, കോടതിയുടെ ജുഡീഷ്യയുടെ മനസ്സിലൊക്കെ ഉണ്ടാവണം എന്ന അഭ്യർത്ഥന മാത്രമാണ് ഈ രാത്രിയുടെ അഭ്യർത്ഥന. കാര്യം അത് ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. ഇയാൾ ഇനിയും പുറത്തിറങ്ങിയാൽ അയാൾ നേരത്തെ പരമേശ്വരൻ എന്ന് പറയുന്ന ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അയാൾ സാധാരണയുള്ളൊരു വടിവാളല്ലാതെ അയാളുടെ ഒരു സ്പെഷ്യൽ വടിവാളുണ്ടത്രേ. വെള്ളിയോ എന്തോ ചെമ്പോ പിത്തളോ കെട്ടിയ ഒരു സ്പെഷ്യൽ വടിവാൾ അയാളുടെ ഉണ്ട്. അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു ചോരക്കൊതിയനാണ് ഇയാൾ. ചോര കണ്ട് അറപ്പ് തീർന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇനിയും അയാൾ ഈ പറഞ്ഞ തടവറയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ജീവനോടെ പുറത്തിറങ്ങുകയാണെങ്കിൽ അയാൾ ഇനിയും ജീവനുള്ള മനുഷ്യരെ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. മുന്നോട്ടുള്ള വ്യവഹാര വഴി അത്തരത്തിൽ പഴുതടച്ച അന്വേഷണമൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കാഴ്ച ഇന്ന് ഈ രാത്രിയുടെ ആശ്വാസ കാഴ്ചയാണ്. അത് അഖിലയ്ക്ക് മാത്രമല്ല, ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ബാക്കി ആ നാട്ടിലെ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒന്നും മാത്രമല്ല, ആ നാട്ടുകാർക്ക് മാത്രമല്ല, അഖിലയുടെ അങ്ങേയറ്റം ഹതാശമായ നിസ്സഹായമായ കരച്ചിൽ കണ്ട എല്ലാ മനുഷ്യർക്കും ഈ കാഴ്ച ആശ്വാസത്തിൻ്റെ കാഴ്ചയാണ്. സൂരജ് സജി ചെയ്യുന്നു. സൂരജ്, എനിക്ക് തോന്നുന്നു MLA അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ നാട്ടുകാർ ഒന്നുകൂടി സമാധാനപ്പെട്ടു എന്ന് തോന്നുന്നു. അവർ പിരിഞ്ഞു പോകുന്നുണ്ടോ അവിടെ നിന്ന്? ഹാഷ്മി, തീർച്ചയായും. അതായത് അവരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വികാരങ്ങളെല്ലാം MLAയും ഉൾക്കൊള്ളുന്നുണ്ട്. ജനകീയ പ്രതിഷേധം എന്ന നിലയിലായിരുന്നു അവർ പ്രതിഷേധിച്ചിരുന്നത്. ജനകീയ പ്രതിഷേധത്തിന് നേരെ ഈ പെപ്പർ സ്പ്രേ അടക്കം പ്രയോഗിക്കുന്ന സമയത്ത് അവർ വൈകാരികമായി തന്നെ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തി. MLAയും അതോടൊപ്പം തന്നെ CPM-ന്റെ അടക്കം മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും അടക്കം എത്തിയാണ് ഇപ്പോൾ ഈ നാട്ടുകാരുമായി സംസാരിച്ച് ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടിരിക്കുന്നത്. അതായത് ഈ നിയമം കയ്യിലെടുക്കുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം ഇല്ല എന്നത് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും അത് തന്നെയാണ്. ഈ വിഷയം പറഞ്ഞു തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. ആ സമയത്ത് ഇവിടെ നേതാക്കളും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും പോലീസും ഇവരും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ മധ്യസ്ഥത വഹിക്കാൻ പാകത്തിന് ആരുമില്ലാതെ പോയതാണ് ഒരു സംഘർഷത്തിലേക്കും ലാത്തി ചാർജിലേക്കും ഒക്കെ എത്തിയത്. പക്ഷേ ഇപ്പോൾ പോലീസിനിടയിലും ഈ പൊതുജനങ്ങൾക്കിടയിലും കൃത്യമായ മധ്യസ്ഥത വഹിക്കാൻ ഈ ജനപ്രതിനിധികൾക്കാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പറഞ്ഞു തീർത്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമാകുന്നു. അവസാനം 1-2 പേർ വൈകാരികമായി പ്രതികരിക്കുന്നവരെ കൂടി ഇവിടെ നിന്ന് പറഞ്ഞ് MLA-യുടെ നേതൃത്വത്തിൽ, കെ ബാബു MLA-യുടെ ഒക്കെ നേതൃത്വത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇവിടത്തെ സ്ഥിതി തീർത്തും ശാന്തം എന്ന് പറയാവുന്ന നിലയിലേക്ക് സ്റ്റേഷന് മുന്നിലെ സാഹചര്യം മാറിയിരിക്കുന്നു. കാരണം ഈ പ്രതിയെ കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊക്കെ ഏറെ മാറിയിരിക്കുന്നു. ശാന്തമെന്ന് തീർത്തും നമുക്ക് പറയാം.